ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിപ്പിൾ സ്പേസ് ടൈം. ശിവ ഹിയർ. കുറച്ചധികം നാളായി വ്ളോഗ് ചെയ്തിട്ട്. ഈ ക്യാമറ മേടിച്ച് ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വ്ളോഗിങ് ഒന്നും അങ്ങനെ ചെയ്തില്ല. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് വ്ളോഗിങ് എന്ന് പറയുന്ന ആ ഒരു കലാരൂപം. ഒരു ഹോബിയസ്റ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ക്യാമറ നോക്കി സംസാരിക്കുക. ചിലവർക്ക് പ്രാന്താണെന്ന് തോന്നും. പക്ഷെ എന്താണെങ്കിലും ഈ യൂട്യൂബ് ഒരു റെവല്യൂഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. ഈ ഒരു വ്ളോഗിങ് എന്ന് പറയുന്ന സംഭവം കുറച്ചും കൂടെ എക്സ്പ്രസ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു മേഖലയാണ്. ബ്ലോഗിങ് ആകുമ്പോഴത്തേക്കും എഴുതണം, ടൈപ്പ് ചെയ്യണം. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നിമിഷം കൊണ്ട് തന്നെ സംസാരിച്ച് തീർത്തിട്ട് അടുത്ത വിഷയത്തിലോട്ട് പോകാൻ പറ്റും. ഇന്നത്തെ വിഷയം എന്താണെന്നല്ലേ? ഇന്നത്തെ വിഷയം iOS 13 iPad OS 13 റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ iPad കുറേ നാളായി. അതിൻ്റെ ബേറ്റ 6 റിലീസായി. തേങ്ങ മറിഞ്ഞ് കിടക്കുന്നു. ഓക്കെ, അതിൻ്റെ ബേറ്റ 6 റിലീസായി. അപ്പോൾ ഈ iPad OS വളരെയധികം ഒരു സേഫ്റ്റിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര സെക്യൂർ ആയിട്ടുള്ളൊരു ഫീൽ തരുന്നുണ്ട്. കാരണം പണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു PC-ൻ്റെ സഹായത്തിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും എനിക്കിപ്പോൾ ഒരു iPad OS മാത്രം കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ എന്നാലും PC-നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ചില ഘട്ടങ്ങളിൽ. മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനോണിൻ്റെ ക്യാമറ ആയിരുന്നെങ്കിൽ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് സോണി ക്യാമറ ആയതുകൊണ്ട് ഇത് MTS ഫയൽ ഫോർമാറ്റിലാണ് ഷൂട്ടാകുന്നത്. അപ്പോൾ അതെനിക്ക് കൺവേർട്ട് ചെയ്ത് MP4-ലാക്കിയാലേ എനിക്ക് iPad-ൽ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് കാരണം എനിക്ക് കമ്പ്യൂട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് iPad OS ഭയങ്കര ലൈഫ് സേവിയറായിട്ട് തോന്നുന്നുണ്ട്. അതൊന്നും കടിച്ച് തിന്നല്. നീ 2 തെങ്ങിൻ തൈയാണ് ഇവിടെ കടിച്ച് നശിപ്പിച്ചത്. നോ അറിയില്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഊബർ ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഊബറിൽ കാറല്ല, നമ്മൾ ഡെലിവറി. അപ്പോൾ ഞാൻ ഏകദേശം 1 മാസത്തോളം ഡ്രൈവ് ചെയ്തു. പക്ഷെ അധികം റൈഡൊന്നും എടുത്തില്ല. ഒരു 75 റൈഡ് ഓളം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്നും കിട്ടിയ കാശ് കൊണ്ടാണ് ഞാൻ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഗിംബൽ മേടിക്കുന്നത്. അപ്പോൾ അതെൻ്റെ യൂട്യൂബിൻ്റെ ഈ ഹോബിസ്റ്റിക് ആയിട്ടുള്ളത് നമുക്കൊരു കരിയർ ആയിട്ടും മുമ്പോട്ട് പോകുന്നതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഊബർ ഡ്രൈവ് ചെയ്യുന്ന നിർത്തി. എന്തുകൊണ്ടെന്നുള്ളതും കൂടെ ഈ വീഡിയോയിൽ പറയണം. കാരണം ഊബർ വളരെയധികം ഒരു ഇൻകം ഒരു പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഈ ഊബർ ഡ്രൈവ് ചെയ്യാൻ പോയത് കാരണം ഫ്രീ ടൈമുകളിൽ ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയായിട്ട് ആണ് ഞാനും ഊബർ ഡ്രൈവ് ചെയ്തത്. പക്ഷേ ഞാൻ കൊണ്ടുപോയിരുന്ന വണ്ടി എൻ്റെ അപ്രീലിയ SR 150 ആണ്. അതിന് മൈലേജ് ഒട്ടും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് എനിക്ക് ടാലി ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനനുസരിച്ചുള്ള ഇൻകം എനിക്ക് കിട്ടുന്നില്ല. അത് മാത്രമല്ല, അപ്രീലിയ 150ക്ക് സസ്പെൻഷൻ അത്രയും പോരാ. ഡെയിലി എങ്ങനെയാണെങ്കിലും ഒരു 80-90 കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അതൊരു നല്ലൊരു സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വലിയൊരു ലാഭമൊന്നും അതിൽ നിന്ന് കിട്ടത്തില്ല. അപ്പോൾ അത്രയും മാത്രം ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു മെയിൻ ജോബായിട്ട് കാണേണ്ടിയായിട്ട് വരും. മിനിമം ഡെയിലി ഒരു 5-6 hours അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുകയും അതിൻ്റെ കൂടെ എൻ്റെ ബാക്കി വർക്കുകളും ചെയ്യുകയും അപ്പോൾ വന്ന് ഭയങ്കര ക്ഷീണം. രാവിലെ ക്ലാസ് ഉണ്ട്, വൈകിട്ട് ക്ലാസ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്കുള്ള ഡ്രൈവൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു റൈഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ടും ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം വന്നുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. അത് കാരണമാണ് നിർത്തിയത്. പക്ഷേ കിഡിലൊരു സംഭവമാണ്. കുറച്ചധികം ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി. കുറച്ച് പല ടൈപ്പ് ആളുകളെ ഈ സമൂഹത്തിലുള്ള ആളുകളെ ഡെലിവറി ചെയ്യാൻ പോയപ്പോൾ കാണാൻ പറ്റി. പാവപ്പെട്ട വീട്ടിലുള്ള ആൾക്കാർ മിനിമം ഒരു 10 രൂപയോ 15 രൂപ ടിപ്പ് തരുന്നത്. കോടീശ്വരന്മാർ, മാൻഷൻസിൽ താമസിക്കുന്ന ആൾക്കാർ ചില്ലറകൾ പറക്കി തരികയും ചെയ്ത അവസ്ഥകൾ. പിന്നെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ കാറിലിരിക്കുമ്പോൾ കാറിൽ ഡെലിവറി ചെയ്യാൻ പോകുമ്പോഴത്തേക്കും മഴയത്ത് ഭയങ്കര റൂഡായിട്ട് പെരുമാറുന്ന ബോയ് ഫ്രണ്ട്സും. അതുപോലെ തന്നെ അങ്ങനെ ഫ്ലാറ്റിൽ ഡെലിവറി ചെയ്യാനായിട്ട് മോളിൽ പോകുമ്പോഴത്തേക്കും മേടിച്ചുകൊണ്ട് അപ്പം തന്നെ അകത്ത് പോയി കഴിക്കാൻ ആരംഭിക്കുകയും കാശ് തരാനായിട്ട് പിന്നെ അകത്തുനിന്നൊരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബംഗാളി ഇറങ്ങി വന്ന് അയാളുടെ ഹൗസ് കീപ്പർ വന്ന് എനിക്ക് കാശ് തരികയും അങ്ങനെയൊക്കെ ഉള്ള പല ടൈപ്പ് പേഴ്സണാലിറ്റിയിലുള്ള പല ടൈപ്പ് ആളുകളെ കാണാനിടയായി. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. കാരണം ഇതൊക്കെ കാണാൻ പറ്റി. കുറേ ടൈപ്പ് പേഴ്സണാലിറ്റി എങ്ങനെയൊക്കെയാണ് ആളുകൾ, ഇങ്ങനെയും ആളുകളുണ്ടോ എന്നുള്ള സംശയം തീർന്നു.
പല നല്ല ആളുകളെ കണ്ടു, പല 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 നല്ല ആളുകൾ. എത്ര പേരാണ് സഹായിച്ചത്, എത്ര പേരാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമുക്കും കൂടെ ചേർത്ത് ഓർഡർ ചെയ്തവരുണ്ട്, ടിപ്പായിട്ട് തരുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്നേഹത്തോട് സംസാരിക്കുന്നവരുണ്ട്, റൂഡായിട്ട് സംസാരിക്കുന്നവരുണ്ട്. നേരത്തെ വരുമ്പോഴത്തേക്കും അതിന് അത് നമ്മൾ ഈ ഊബറിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ടോ അല്ലെങ്കിൽ ഊബർ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ ഡെലിവറി കൊടുക്കാൻ പോകുമ്പോഴോ അങ്ങനെ കുറച്ചധികം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഊബർ എക്സ്പീരിയൻസ്. അപ്പോൾ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിൽ പറയാനായിട്ട് സെപ്പറേറ്റ് വീഡിയോയിൽ വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ഒരുമിച്ച് തീർക്കാൻ പറ്റും. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഉള്ള ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഈ റീയൂണിയൻ 10th ക്ലാസ്സിൻ്റെ അന്നത്തെ 10D ബാച്ചിൻ്റെ റീയൂണിയൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വർക്കുകൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ, വീട്ടിലത്തെ ചെറിയ ചെറിയ ഫംഗ്ഷൻസ്, കല്യാണം അങ്ങനത്തെ ഒന്നുമില്ല, എനിക്ക് എൻ്റെ ഒരു ക്യാമറ കൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിൽക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയും പിടിച്ച് നിങ്ങളുടെ ടൈം ഫ്രീ വെറുതെ ക്യാമറയ്ക്ക് വേണ്ടിയായിട്ട് ഫോട്ടോയ്ക്ക് വേണ്ടിയായിട്ട് വേസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് അവിടെ ഒരു ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് കൊടുത്തിട്ടുണ്ടാകും, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് DM ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയും കാണാം ട്രിവാൻഡ്രത്ത് ബേസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസിന്. അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നല്ല മഴയുണ്ടായിരുന്നു, നല്ല ഫ്ലഡും കാര്യങ്ങളും ഒക്കെ അഫക്റ്റ് ചെയ്ത് കുറച്ചധികം ആളുകൾ കഷ്ടം അനുഭവിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഒരു വീഡിയോസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നൊരു നല്ലൊരു സംഭവമല്ല, കാരണം പറ്റത്തില്ലല്ലോ. അതുമാത്രമല്ല ഇവിടെയും നല്ല മഴയുണ്ട്. റെസ്ക്യൂ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ റിലീഫ് പ്രവർത്തനങ്ങളും എല്ലാം ട്രിവാൻഡ്രത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് മഴ നിന്നു, അതാണ് ഞാൻ ക്യാമറ എടുത്ത് ഇറങ്ങിയത്. അപ്പോൾ ഈ ക്യാമറ ഒരു പഴയ ക്യാമറയാണ്, പക്ഷേ ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് ഞാൻ മേടിച്ചത്. പക്ഷേ ഒരു 2014 ഇറങ്ങിയ ക്യാമറയാണ്. ഇതിൻ്റെ റിവ്യൂ ഞെട്ടിട്ടുണ്ട്. പിന്നെന്താണ്, ഈ ക്യാമറയുടെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾ നോക്കിക്കോളുക. ഇപ്പോൾ ഒരു ക്ലൗഡി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നൊക്കെ നോക്കിക്കോളുക. ഞാനൊന്നും നോക്കുന്നില്ല, ഫ്ലിപ്പി സ്ക്രീനൊന്നുമില്ല, അതുകൊണ്ട് ഫോക്കസിംഗ് ഒന്നും അറിയാൻ പറ്റത്തില്ല. നല്ലപോലെ സൂമിങ് ചെയ്യാൻ പറ്റും, ഞാൻ ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല, അതൊക്കെ ആ വീഡിയോയിലുണ്ട്. അതുപോലെ ഇനി വരുന്ന പല വീഡിയോകളിലും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ശിവ സൈനിങ് ഔട്ട് ഫ്രം റിപ്പിൾ സ്പേസ് ടൈം. ബൈ, പീസ് ഔട്ട്.